കർത്താവിൽ സന്തോഷിപ്പീൻ. കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ, കർത്താവിനോട് പ്രാർത്ഥിക്കുന്നതിൽ, കർത്താവിനെ ആരാധിക്കുന്നതിൽ, കർത്താവിൻ്റെ സ്വരം കേൾക്കുന്നതിൽ, അദ്ദേഹത്തോട് സംസാരിക്കുന്നതിൽ സന്തോഷിപ്പീൻ. അത് നിങ്ങൾക്കുറപ്പാണ്. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിലാണ് ഇത് പറയുന്നത്. അത് നിങ്ങൾക്കുറപ്പാണ്. എന്താണ് അത് ഉറപ്പ്? നിങ്ങൾ നായ്ക്കളല്ല, നിങ്ങളാകാത്ത വേലക്കാരല്ല, നിങ്ങൾ വിച്ഛേദനക്കാരുമല്ല. പരിച്ഛേദനക്കാരെയാണ് അവിടെ വിച്ഛേദനക്കാരെന്ന് എഴുതിയിരിക്കുന്നത്. എന്താണ് അവരുടെ കുഴപ്പം? അവർക്ക് ആത്മാവിലുള്ള ആരാധനയില്ല. അവർ അവരുടെ ശരീരത്തിൽ പ്രശംസിക്കുന്നു, അവർ പരിച്ഛേദനയിൽ പ്രശംസിക്കുന്നു, അവർ തൻ്റെ ജഡത്തിൽ ആശ്രയിക്കുന്നു. നമ്മൾ കർത്താവിൻ്റെ ആത്മാവ് കൊണ്ട്, ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുന്നവർ, ക്രിസ്തുവേശുവിൽ പ്രശംസിക്കുന്നവർ എന്ന് പറഞ്ഞാൽ എൻ്റെ നീതീകരണത്തിന്, എൻ്റെ ശുദ്ധീകരണത്തിന്, എൻ്റെ വളർച്ചയ്ക്ക്, എൻ്റെ നിലനിൽപ്പിന് ഞാൻ എൻ്റെ കർത്താവിനെ പുകഴ്ത്തുന്നു. 2, എൻ്റെ ജഡത്തിൽ ആശ്രയിക്കുന്നില്ല. എനിക്ക് പുകഴാനൊന്നുമില്ല. എൻ്റെ പരിച്ഛേദനയോ അഗ്രചർമ്മവുമല്ല, കർത്താവിനോടുകൂടെയാണ് ഞാൻ. കർത്താവിൻ്റെ കൽപ്പന പാലിക്കുന്നവനാണ് ഞാൻ. അതിനുള്ള കൃപ എനിക്ക് ലഭിച്ചവനാണെന്നുള്ളതാണ് എൻ്റെ ധൈര്യം, എൻ്റെ ഉറപ്പ്. അതുകൊണ്ട് കർത്താവിൽ സന്തോഷിക്കുക, കർത്താവിൽ സന്തോഷിക്കുക.